വെൽക്കം ടു എ വെരി ലോ എനർജി ഡേ ഇൻ മൈ ലൈഫ്. ഈ സോഷ്യൽ മീഡിയയിൽ ഞാൻ എൻ്റെ ഹാപ്പി മൊമെന്റ്സ് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ എൻ്റെ വെരി ലോ എനർജി ഡേയ്സ് ആണ് കാണിക്കാൻ പോകുന്നത്. നാട്ടിൽ നിന്ന് വന്നതിന് പിന്നെ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഫിസിക്കലി ആൻഡ് മെന്റലി ഞാൻ വളരെ വീക്കാണ്, ടയേർഡാണ്. സോ ഈ വീഡിയോസ് ഒക്കെ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്തെടുത്തതാണ്. അതിന്റെ എല്ലാ ബോറടിയും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ഒരിക്കലും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇപ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഉണ്ടായത്. വീടാകെ പൊടി പിടിച്ചു. പൊടി പോട്ടേന്ന് വെക്കാം, ഫംഗസ് വരെ വന്നിടോ. ഞങ്ങൾ AC ഓൺ ചെയ്തിട്ട് തന്നെയാണ് പോയത്. പക്ഷെ എന്താണ് ഇങ്ങനെ ഫംഗസ് വരാനുള്ള കാരണം എന്നറിയില്ല. സോഫയുടെ മേലെയും കാർപ്പറ്റിന്റെ മേലെയും വാൾസിലൊക്കെ ഫംഗസ് ആയിരുന്നു. ഇത് കണ്ടോ, ഇതൊരു ഫ്രെയിമാണ്, മോളുടെ ഒരു വലിയ ഫോട്ടോയുടെ ഫ്രെയിമാണ്. അതിന്റെ പുറത്ത് നിങ്ങൾ വിചാരിക്കും ഡിസൈൻ ആണെന്ന്. ഡിസൈൻ അല്ല കേട്ടോ, അത് പൂപ്പലാണ്. സോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞാൻ ഫുൾ ക്ലീനിങ് മെഷീനിലാണ്. ഫിസിക്കലി ആൻഡ് മെന്റലി ഞാൻ ടയർഡ് ആയതിന്റെ മെയിൻ കാരണം ഇത് തന്നെയായിരിക്കും. അതൊക്കെ പോട്ടെ, ഇത് ഞാൻ ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ എൻ്റെ ടെമ്പർ തെറ്റിക്കാനുള്ള എല്ലാ പരിപാടിയും ചെറുതൊപ്പിക്കുന്നുണ്ട്. പുറത്ത് പോകുമ്പോൾ ഷൂസ് എടുത്ത് വീട്ടിനകത്തിടാം. അയ്യോ, എനിക്ക് ഇത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യം വരില്ല. മോള് വന്നതിന് ശേഷം വീട്ടിൽ എപ്പോഴും പാർട്ട് ടൈം ആയിട്ട് ഒരു സഹായത്തിന് ഒരാളെ വെക്കാറുണ്ടായിരുന്നു. പക്ഷെ പണിയെടുക്കാൻ വന്നവർ നമുക്ക് പണി തരാൻ തുടങ്ങിയപ്പോൾ നൈസായിട്ട് ഒഴിവാക്കി. ആദ്യം ഒന്നും എന്റെ കിച്ചണിലേക്ക് കയറാൻ തന്നെ ജിക്കുട്ടി സമ്മതിക്കില്ല. ഇപ്പൊ കുറച്ചൊക്കെ ഓക്കെ ആയിട്ടോ. ഇതുപോലെ പാട്ടും ഡാൻസൊക്കെ പാടിയിട്ടൊക്കെയാണ് എന്റെ കുക്കിംഗ് നടക്കാറ്. സോ അമ്മയുടെയും മോളുടെയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് ദോശയും ചട്നിയും. ജിയുടെ പ്ലേറ്റിൽ കുറച്ച് അലങ്കാര പണികളുണ്ട്, പക്ഷെ അതെല്ലാം ഞാൻ തന്നെ കഴിച്ചു തീർക്കണം എന്നതാണ് വാസ്തവം. കടലമുട്ടായി ഒഴികെ വേറെ ഒന്നും സ്വന്തമായി എന്റെ മോള് ആ പ്ലേറ്റിൽ എടുത്ത് കഴിക്കില്ല. അതെങ്ങനെയാ, മത്തം കുഴിച്ചാൽ പിന്നെ കുമ്പളങ്ങ മുളക്കില്ലല്ലോ. എത്ര ലോ എനർജി ആണെങ്കിലും അമ്മ അയക്കഴിഞ്ഞാൽ പിന്നെ അതിനൊരു ബ്രേക്ക് ഇല്ല എന്ന് പറയുന്നത് എത്ര സത്യാല്ലേ. 24/7 ഓൺ ഡ്യൂട്ടി ആയിരിക്കും. പലരും പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ അതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ മനസ്സിലാക്കുന്നു. എന്റെ അമ്മ എപ്പോഴും പറയും, നമ്മൾ ഏത് പൊസിഷനിലെത്തി എത്ര പൈസ സമ്പാദിക്കുന്നു എന്നതല്ല, ഓരോ സാഹചര്യത്തിലും നമ്മൾ എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ് കാര്യം. എന്നാൽ ഇപ്പൊ ഇത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുക, ശരിയല്ലേ, ഇതിനും ഇതിൻ്റെതായ ഒരു സുഖമില്ലേ. പക്ഷെ എത്ര പറഞ്ഞാലും നമ്മളെ മനസ്സെപ്പോഴും ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് പറഞ്ഞ അവസ്ഥയായിരിക്കും. ജോലി ചെയ്യുമ്പോൾ വിചാരിക്കും, എന്റെ ദൈവമേ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് വീട്ടിലിരുന്നാൽ മതിയായിരുന്നു. വീട്ടിലിരിക്കുമ്പോൾ വിചാരിക്കും, വേണ്ട, തിരിച്ച് ജോലി കയറണം. എന്താല്ലേ നമ്മുടെ മനസ്സ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ ജേർണി ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. മദർഹുഡിന്റെ പീക്ക് ടൈമിൽ എന്റെ ചെറുതിന്റെ കൂടെ തന്നെ സ്പെൻഡ് ചെയ്ത് മെമ്മറീസ് ഉണ്ടാക്കാൻ പറ്റുന്നത് ഒരു ഭാഗ്യം തന്നെയല്ലേ. ഇപ്പൊ നിങ്ങൾ കണ്ടതേ, വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ എന്റെ ചെറുത് കുറെ മെഡിസിന്റെ സ്ട്രിപ്സ് കൊണ്ടുപോയിട്ടതാണ് കേട്ടോ. ഭാഗ്യം അവള് വയറ്റിലേക്ക് കിട്ടില്ല. എത്ര ഓഫ് മോഡ് ആണെങ്കിലും ഈ ചെറുതിന്റെ ഓരോ കളികൾ കാണുമ്പോൾ സന്തോഷമാവും. കുറച്ച് പച്ചക്കറി ജിയുടെ വയറ്റിലേക്ക് പോകണമെങ്കിൽ ഇതാ ഇതുപോലെ TV വെച്ച് കുഴച്ച് ഉരുട്ടി കൊടുക്കണം. അങ്ങനെ ചെറിയ ആളെ ഉറക്കിയതിനു ശേഷം വീട്ടിൽ വലിയ ആൾ എത്തിയിരിക്കുന്നു. ഫ്രൈഡേ ആൾക്ക് ഉച്ചവരെ ഓഫീസുള്ളൂ. ചുമ്മാ എയർ പിടിക്കുന്നുണ്ടില്ലേ. പാട്ട് കേട്ടിട്ടാണെന്നല്ല, ആള് പെട്ടെന്ന് ഉറങ്ങി വീച്ചു കേട്ടോ. നാട്ടിൽ വന്നതിന് ശേഷം പുറത്തൊന്നും ഇറങ്ങാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ചുമ്മാ ഒന്ന് പുറത്ത് നടക്കാൻ വേണ്ടി പോവാ. ലോ എനർജിയിൽ തുടങ്ങിയ ഡേ എൻഡിങ് ആയപ്പോ ഗുഡ് എനർജി ആയിട്ടോ. നടക്കാൻ തുടങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ തന്നെ ഞങ്ങൾക്ക് വിശക്കാനും തുടങ്ങി. നേരെ ഷൗക്കിങ്ങിൽ കയറി ഫുഡ് ഓർഡർ ചെയ്ത് കഴിച്ചു. ഇനി കൂടുതൽ വിശേഷങ്ങൾ കാണിക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇതും കാണിച്ച് ഞാൻ എന്റെ വീഡിയോ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ. മറ്റൊരു വ്ലോഗിൽ കാണാം.